2021 ഡൊണാൾഡ് ട്രംപ് അധികാരത്തിലെത്തിയിരുന്നെങ്കിൽ യുക്രൈൻ യുദ്ധം ഒഴിവായേനെ എന്ന റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ യുക്രൈൻ വിഷയത്തിൽ ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് പുടിൻ ആവർത്തിച്ചു. യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കുന്നതിന് ഉടൻ തന്നെ പുടിനുമായി കൂടിക്കാഴ്ച നടത്തണമെന്ന് ട്രംപ് അറിയിച്ചിരുന്നു. I'd like to say that Russia never refused to come to contact with the United States administration, and it is through no fault of ours that the previous administration refused to communicate. I always had business-like relations with the previous US president that were very business-like and pragmatic, but there was trust as well. Now, if he had been the president, if the victory wasn't stolen from him in 2020, maybe the Ukrainian crisis that arose in 2022 would have never appeared. I think Russia should want to make a deal. Maybe they want to make a deal. I think from what I hear, Putin would like to see me, and we'll meet as soon as we can. I'd meet immediately. Every day we don't meet, soldiers are being killed in a battlefield. And that battlefield is like no battlefield since World War II. You said that Ukraine wants and I have pictures that you don't want to see. Soldiers are being killed on a daily basis at numbers that we haven't seen in decades. And it would be nice to end that war. It's a ridiculous war. ഒരു ലോക നേതാവെന്ന നിലയിൽ ഏറ്റവും വലിയൊരു അംഗീകാരം കൂടിയാണ് ആ ഒരു വാക്കുകളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഐസൻ, ഈ 2021 ഡൊണാൾഡ് ട്രംപ് അധികാരത്തിൽ വന്നിരുന്നുവെങ്കിൽ എനിക്ക് തോന്നുന്നു ഈ കഴിഞ്ഞ കാലത്ത് കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ യുദ്ധമായി യുക്രൈൻ റഷ്യ യുദ്ധം ഒഴിവായേനെ എന്നാണ് പുടിൻ പറഞ്ഞു വെക്കുന്നത്, അല്ലേ? പ്പെട്ടില്ലായിരുന്നുവെങ്കിൽ, അത് തട്ടിപ്പറിക്കപ്പെട്ടില്ലായിരുന്നുവെങ്കിൽ അദ്ദേഹത്തിൻ്റെ വിജയം എന്നാണ്. സ്റ്റോളൻ എന്ന വാക്ക് വളരെ കൃത്യമായി അദ്ദേഹം ഉപയോഗിച്ചിരിക്കുന്നു എന്നതാണ് ഏറെ ഗൗരവമുള്ളൊരു വിഷയം. അതായത് ട്രംപിൻ്റെ 2021 വിജയം തട്ടിപ്പറിക്കപ്പെട്ടു എന്നൊരു നിലപാടാണ് റഷ്യൻ പ്രസിഡന്റ് മുന്നോട്ട് വെച്ചിരിക്കുന്നത് എന്നത് ഏറ്റവും പ്രാധാന്യമർഹിക്കുന്നൊരു വിഷയമാണ്. മാത്രമല്ല അത് പല രീതിയിലുള്ള രാഷ്ട്രീയ പ്രത്യാഘാതങ്ങൾ അതിനുണ്ടാകാനുള്ള സാധ്യത ഉണ്ടാകും എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നതെങ്കിൽ കൂടി അതിനേക്കാൾ ഗൗരവമേറിയ വിഷയം 2022 ഈ യുക്രൈൻ യുദ്ധം ആരംഭിക്കുമ്പോഴുണ്ടാകുന്ന സാഹചര്യം ഈ ട്രംപ് അധികാരത്തിലില്ല എന്നത് തന്നെയായിരുന്നു. ട്രംപ് അധികാരത്തിലില്ലാത്ത അല്ലെങ്കിൽ ട്രംപ് ഒഴിവാക്കപ്പെട്ട് ജോ ബൈഡൻ അധികാരത്തിൽ തുടരുന്ന ഒരു സാഹചര്യത്തിൽ തീർച്ചയായും യുക്രൈനുമായുള്ള പ്രശ്നങ്ങൾ, അതായത് നമുക്കറിയാവുന്നതാണ് റഷ്യയുമായി മികച്ച ബന്ധം പുലർത്തിയിരുന്ന ഒരു നേതാവായിരുന്നു ട്രംപ്. അതുകൊണ്ട് തന്നെ അതിന് നേരെ വിപരീതമായൊരു നിലപാടാണ് ബൈഡൻ്റെ ഭാഗത്തു നിന്നുണ്ടായത്. ബൈഡൻ്റെ ഭാഗത്തു നിന്ന് ഇത്തരത്തിൽ ആ രണ്ട് പ്രവിശ്യകൾ സംബന്ധിച്ച്, അതായത് തർക്കം നിലനിൽക്കുന്ന രണ്ട് പ്രവിശ്യകൾ സംബന്ധിച്ച വിഷയം ചർച്ചയായ ആ സമയത്ത് തന്നെ ഇവർ രണ്ടുപേരും തമ്മിൽ, ഈ രണ്ട് രാജ്യങ്ങളും തമ്മിൽ സംഘർഷത്തിലേക്ക് നീങ്ങുന്നു എന്ന തിരിച്ചറിവുണ്ടായപ്പോൾ ബൈഡൻ കൃത്യമായും യുക്രൈനെ പിന്തുണയ്ക്കുന്ന ഒരു നിലപാടെടുക്കുകയും അത് നാറ്റോയുടെ പിന്തുണ അത്തരത്തിലുള്ള നീക്കങ്ങളിലേക്കെല്ലാം തന്നെ കാര്യങ്ങൾ പോവുകയും നാറ്റോ അംഗത്വം അത്തരത്തിലുള്ള വിഷയങ്ങളിലേക്കെല്ലാം തന്നെ കാര്യങ്ങൾ പോവുകയും ചെയ്തു. ഈ നാറ്റോ അംഗത്വം നേടാനുള്ള നീക്കം യുക്രൈൻ നടത്തിയതോടെയാണ് പ്രശ്നങ്ങൾ ആരംഭിക്കുകയും ചെയ്യുന്നത്. അത്തരത്തിൽ നാറ്റോ അംഗത്വം നേടാനുള്ള നീക്കം നടത്തിയ ആ ഒരു സാഹചര്യത്തിൽ കുറെ കൂടി കാര്യക്ഷമമായ ഇടപെടൽ പ്രസിഡന്റ് ട്രംപ് ആയിരുന്നെങ്കിൽ നടക്കുമായിരുന്നു എന്നാണ് ഇപ്പോൾ പറഞ്ഞത്. അതിൽ നിന്നും വളരെ വ്യക്തമാണ് യുക്രൈൻ യുദ്ധം ഉണ്ടായത് ബൈഡൻ്റെ ചില നിലപാടുകൾ കൊണ്ടാണ്. ആ നിലപാടുകൾ തെറ്റാണ് എന്ന് കൃത്യമായി നേരത്തെ തന്നെ ട്രംപ് പറയുകയും ചെയ്തിരുന്നു. അതിനെ കൃത്യമായി വാലിഡേറ്റ് ചെയ്യുക അല്ലെങ്കിൽ എൻഡോസ് ചെയ്യുകയാണ് ഇപ്പോൾ പുടിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. അതിസങ്കീർണമായ രാഷ്ട്രീയ വിഷയങ്ങൾ മാറ്റി നിർത്തിയാൽ ഈ പ്രശ്നം, അതായത് യുദ്ധത്തിൻ്റെ ആ ഒരു സാഹചര്യം ഒഴിവാക്കാനുള്ള സാധ്യതകൾ വളരെയധികം തെളിഞ്ഞു കാണുന്നു, അല്ലെങ്കിൽ അത് കൂടുതൽ വ്യക്തമാകുന്നു എന്നാണ് ഈ അടുത്ത ദിവസങ്ങളിൽ മനസ്സിലാക്കുന്നത്. തൊട്ടടുത്ത് നമ്മളിപ്പോൾ കേട്ടതുപോലെ പുടിൻ്റെ വാക്കുകൾക്ക് ശേഷം നമ്മൾ ട്രംപിൻ്റെ വാക്കുകളും കേട്ടു. ഇത്തരത്തിൽ സൈനികരുടെ മരണം നടക്കുന്നു, അത്തരം വലിയ തോതിലുള്ള മനുഷ്യനാശം ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു എന്നെല്ലാം തന്നെ അദ്ദേഹം വളരെ കൃത്യമായി പറയുന്നുണ്ട്. മാത്രമല്ല അത് മൂന്നാം ലോക യുദ്ധമായി പരിണമിക്കാനുള്ളൊരു സാധ്യത, അത് അറിയാവുന്നതാണ്. നാറ്റോ സഖ്യവും അതുപോലുള്ള വിഷയങ്ങളെല്ലാം തന്നെ അവിടെ നിൽക്കുമ്പോൾ നാറ്റോയും റഷ്യയും തമ്മിലൊരു സംഘർഷത്തിലേക്ക് പോകുമ്പോൾ അത് മൂന്നാം ലോക മഹായുദ്ധത്തിൻ്റെ ഒരു സ്വഭാവം അതിന് വരാനുള്ള സാധ്യതകളും നിലനിന്നിരുന്നു. ആ മൂന്നാം ലോക മഹായുദ്ധത്തിലേക്ക് പോകുന്നതിനെ നമ്മൾ തടയുമെന്ന് കൃത്യമായ നിലപാട് പറയുന്നതിനൊപ്പം തന്നെ യുക്രൈനുള്ള ആയുധ സഹായം നിർത്തുമെന്നുള്ള നിലപാടുകളെല്ലാം തന്നെ ട്രംപ് അറിയിക്കുകയും ചെയ്തിരുന്നു തെരഞ്ഞെടുപ്പ് വേളയിൽ. അത്തരത്തിലുള്ളൊരു നിലപാട് കൃത്യമായി അന്ന് അധികാരത്തിലിരിക്കുന്ന പ്രസിഡന്റിനെ എടുക്കാൻ സാധിക്കുമായിരുന്നുവെങ്കിൽ യുദ്ധമേ ഉണ്ടാകാനുള്ള സാഹചര്യമില്ലായിരുന്നു എന്നാണ് ഇപ്പോൾ പുടിൻ പറഞ്ഞു വയ്ക്കുന്നത്. തീർച്ചയായും
തീർച്ചയായും രണ്ട് കാര്യങ്ങളാണ്. അതിൻ്റെ രാഷ്ട്രീയ പ്രത്യാഘാതങ്ങൾ പരിശോധിക്കുന്നതിനപ്പുറം യുദ്ധം അവസാനിപ്പിക്കുന്ന അല്ലെങ്കിൽ മൂന്നാം ലോക മഹായുദ്ധം ഇല്ലാതാക്കാനുള്ള സാധ്യത തുറക്കുന്നു. അതായത് യുക്രൈൻ യുദ്ധം അവസാനിക്കാനുള്ള സാധ്യത തുറക്കുന്നു. ഇവർ തമ്മിലുള്ള കൂടിക്കാഴ്ച, ട്രംപും പുടിനുമായുള്ള കൂടിക്കാഴ്ച നടക്കാനിരിക്കുന്നു എന്ന് തന്നെയാണ് ആ വാക്കുകളിൽ അവരുടെ നിലപാടിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പരസ്പരം ചർച്ച ചെയ്യാമെന്നുള്ള ധാരണ ഉണ്ടാകുന്നത്, ആ നിലപാടിൽ നിന്നും മനസ്സിലാക്കുന്നത് ഈ വിഷയം തന്നെയാണ്. മറ്റൊരു പ്രധാന കാര്യം കൂടി എടുത്തു പറയേണ്ടത്, ഈ രണ്ട് രാജ്യങ്ങളും യുക്രൈനും റഷ്യയും തമ്മിലുള്ള ചർച്ചകൾക്കുള്ള സാധ്യതകളും തുറന്നിരിക്കുന്നു എന്നാണ്. തുടർച്ചയായ ഇത്തരം നീക്കങ്ങളിൽ നിന്നെല്ലാം തന്നെ യുക്രൈൻ യുദ്ധം അവസാനിപ്പിച്ചു എന്ന വാക്കുകൾ അല്ലെങ്കിൽ യുക്രൈൻ യുദ്ധം അവസാനിച്ചു എന്ന വാർത്ത അധികം വൈകാതെ പ്രക്ഷേപണം ചെയ്യാൻ സാധിക്കുമെന്ന് തന്നെ പ്രതീക്ഷിക്കാവുന്ന സാഹചര്യങ്ങളാണ് നിലനിൽക്കുന്നത്. ദേവിക, ഐസൻ ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ. അതായത് ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി പുടിൻ വല്ലാതെ ചേർത്ത് പിടിക്കുന്നുണ്ട് ട്രംപിനെ. അത് നൽകുന്ന സൂചന എന്താണ്? ഈ യുക്രൈൻ റഷ്യ യുദ്ധം എന്നതിനപ്പുറത്തേക്ക് നൽകുന്ന സൂചന എന്താണ്? രണ്ട് യുദ്ധം അല്ലെങ്കിൽ അവർ ഇന്ന് നിലനിൽക്കുന്ന റഷ്യ യുക്രൈൻ വിഷയം, റഷ്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം യുക്രൈനുമായുള്ള യുദ്ധമാണ്. അതുപോലെ തന്നെ യുക്രൈനെ സംബന്ധിച്ചിടത്തോളം സമാനമായ റഷ്യയുമായുള്ള വിഷയവും യുദ്ധം തന്നെയാണ്. ആ യുദ്ധം നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ യുക്രൈന് പിന്തുണ നൽകുന്ന വലിയ തോതിലുള്ള ഈ അടുത്ത ദിവസങ്ങളിലായി നടന്ന ആയുധ ഡീലുകൾ മൂലം മാത്രം തന്നെ 1800 കോടി ഡോളറിൻ്റേതാണ്. അത്തരത്തിലുള്ള വലിയ തോതിലുള്ള ഡോളർ കണക്കിനുള്ള ആയുധ വിനിമയം നടക്കുന്ന ഒരു സാഹചര്യം യുക്രൈനുമായി നിലനിൽക്കുന്നൊരു പശ്ചാത്തലമുണ്ടാകുന്നു. അത് വലിയ തോതിൽ ആയുധം സംഭരിക്കാനുള്ളൊരു നീക്കം യുക്രൈൻ നടത്തുന്നു. അത് നിർത്തിവെക്കുമെന്ന നിലപാട് നേരത്തെ ട്രംപ് പറയുകയും ചെയ്തിരുന്നു. പക്ഷേ അത് കാത്തിരുന്ന് കാണേണ്ടതുണ്ട്. അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അത്തരത്തിൽ ആയുധ ഇടപാടുകളെല്ലാം നിർത്തിവെക്കുന്നത് അവരുടെ സാമ്പത്തിക രംഗത്തെ തന്നെ പ്രതികൂലമായി ബാധിക്കുന്നൊരു സാഹചര്യമെല്ലാം തന്നെ ഉണ്ടാകും. ആ ഒരു പശ്ചാത്തലത്തിൽ തീർച്ചയായും ആയുധ ഇടപാടുകൾ നിർത്തിവെപ്പിക്കുക എന്ന നീക്കം സ്വാഭാവികമായും റഷ്യയുടെ ഭാഗത്തുനിന്ന് സ്വാഗതം ചെയ്യുകയാണ്. നേരത്തെ പറഞ്ഞിരുന്നതുപോലെ ഇനിയും ആയുധങ്ങൾ നൽകുകയാണെങ്കിൽ ആ ആയുധങ്ങൾ ഉപയോഗിച്ച് റഷ്യയെ ആക്രമിക്കുകയാണെങ്കിൽ അത് നാറ്റോയുടെ ആക്രമണമായി കണക്കാക്കുമെന്നെല്ലാം തന്നെ നേരത്തെ പുടിൻ വ്യക്തമാക്കിയിരുന്നു. അത്തരത്തിലുള്ള നാറ്റോയുടെ ആക്രമണം, നാറ്റോ സഖ്യം തങ്ങൾക്കെതിരെ തിരിഞ്ഞതായി കണക്കാക്കുമെന്നെല്ലാം തന്നെ പറഞ്ഞിരുന്നു. അപ്പോൾ ഈ നാറ്റോ സഖ്യത്തിൻ്റെ ഒരു സ്വഭാവത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകാതിരിക്കാനുള്ള ഒരു തന്ത്രം അല്ലെങ്കിൽ ഒരു അന്താരാഷ്ട്ര നീക്കം കൃത്യമായി നടന്നിരിക്കുന്നു എന്ന് തന്നെയാണ് ഈ ചേർത്ത് പിടിക്കലിൻ്റെ ഒന്നാമത്തെ അർത്ഥം. രണ്ടാമത്തെ അർത്ഥം സ്വാഭാവികമായും ഈ ഇത്തരത്തിലുള്ള ഒരു ശക്തമായ ബന്ധം തുടരുമ്പോൾ അന്താരാഷ്ട്ര തലത്തിൽ അല്ലെങ്കിൽ ഈ മൂന്നാം ലോക മഹായുദ്ധത്തിനുള്ള സാധ്യതകൾ കുറച്ചു കൊണ്ടുവരാൻ സാധിക്കുന്നു എന്നതിനപ്പുറം നിലവിലെ സാഹചര്യത്തിൽ രണ്ട് പ്രവിശ്യകൾ സംബന്ധിച്ച്, അതായത് യുക്രൈൻ്റെ കൈവശം ഇരിക്കുന്ന റഷ്യൻ എത്നിക് ഒറിജിനുള്ള രണ്ട് പ്രവിശ്യകൾ സംബന്ധിച്ച് തർക്കമാണ് ഈ അടിസ്ഥാന പ്രശ്നം. ആ പ്രവിശ്യകൾ സംബന്ധിച്ച് നിലവിൽ ഇപ്പോഴും റഷ്യൻ റൂബിളാണ് അവിടെ നാണയം. അതുപോലെ തന്നെ ഒരു റഷ്യൻ സംവിധാനങ്ങൾക്ക് സമാനമായാണ് അവിടെ പ്രവർത്തനങ്ങളെല്ലാം തന്നെ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ റഷ്യയുമായി അനുകൂലമായി നിലനിൽക്കുന്ന യുക്രൈനിലെ രണ്ട് പ്രവിശ്യകൾ റഷ്യയ്ക്ക് വിട്ടുകൊടുക്കുകയോ അല്ലെങ്കിൽ അവിടെ സ്വയംഭരണ സംവിധാനം ഏർപ്പെടുത്തുകയോ എന്തെങ്കിലും ഒരു സൊല്യൂഷൻ അതിന് കണ്ടെത്തുകയാണെങ്കിൽ ശാശ്വതമായി ഈ പ്രശ്നം പരിഹരിക്കപ്പെടുകയും ചെയ്യും. അത്തരം നീക്കങ്ങളിലേക്ക് കൂടി ഒരു അന്താരാഷ്ട്ര നയതന്ത്ര നീക്കങ്ങൾ നടത്താനുള്ള സാധ്യതയും തള്ളിക്കളയാനാവില്ല. ഇതെല്ലാം തന്നെ ചൂണ്ടിക്കാണിക്കുന്നത് മൂന്നാം ലോക മഹായുദ്ധം എന്ന ഒരു വലിയ പ്രതിസന്ധിയിലേക്ക് കാര്യങ്ങൾ പോകും. അതിനെ നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ ഈ പുടിൻ്റെ ഭാഗത്തുനിന്നുണ്ടായ നിലപാട് തന്നെയാണ്. പുടിന് നേരെ അമേരിക്ക നൽകുന്ന ആക്രമണങ്ങൾ, ആയുധങ്ങൾ റഷ്യയ്ക്ക് നേരെ പ്രയോഗിക്കുകയാണെങ്കിൽ അത് നാറ്റോ സഖ്യത്തിൻ്റെ ആക്രമണമായി കണക്കാക്കുമെന്ന നേരത്തെയുള്ള നിലപാടും ആ നിലപാടിനെ കൃത്യമായ മറുപടി ട്രംപിൻ്റെ ഭാഗത്തുനിന്ന് പോലും ഉണ്ടായിരിക്കുന്നു. അടിയന്തരമായി യുദ്ധം അവസാനിപ്പിച്ചില്ലെങ്കിൽ നടപടി നേരിടേണ്ടി വരും, ഉപരോധങ്ങൾ നേരിടേണ്ടി വരുമെന്ന നിലപാട് ട്രംപും അറിയിച്ചിരിക്കുന്നു. ഇത്തരത്തിൽ ശക്തമായൊരു നീക്കങ്ങൾ രണ്ട് ഭാഗങ്ങളിൽ നിന്നും ഉണ്ടാകുന്നതും അതിൻ്റെ മറുപടി. അതിലൊരു രസകരമായ കാര്യം കൂടി ഉണ്ടല്ലോ. ഈ യുക്രൈനെ പിന്നിൽ നിന്ന് പിന്തുണയ്ക്കുന്നത് അമേരിക്കയാണ് എന്നൊരു കഥ അല്ലെങ്കിൽ യാഥാർത്ഥ്യം. പക്ഷേ ഇപ്പോൾ റഷ്യ ട്രംപ് വരുമ്പോഴേക്കും തങ്ങൾക്കെതിരെ നിന്ന് അമേരിക്കയെ കൂടെ നിർത്താൻ ആഗ്രഹിക്കുന്നു, ഈ യുദ്ധം അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെയല്ലേ? തീർച്ചയായും ട്രംപ് നേരത്തെ തന്നെ, അതായത് ട്രംപിൻ്റെ ആദ്യ കാലഘട്ടത്തിലും റഷ്യയുമായി മികച്ച ബന്ധം പുലർത്തിയിരുന്നു. അതുപോലെ തന്നെ ട്രംപിൻ്റെ രണ്ടാം കാലഘട്ടത്തിൽ അതിനേക്കാൾ മികച്ച ബന്ധം പുലർത്താനുള്ളൊരു സാഹചര്യമാണ് തുറക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നമുക്കറിയാവുന്നതാണ്, പല കാര്യങ്ങളിലും റഷ്യയ്ക്ക് അനുകൂലമായ ചില നിലപാടുകൾ ട്രംപിൻ്റെ ഭാഗത്തു നിന്നുണ്ടാവുകയും ചെയ്തു. വളരെ കൃത്യമായ ചില നീക്കങ്ങളെല്ലാം തന്നെ ഉണ്ടാകുന്നുണ്ട്. കർശനമായ ഉപരോധങ്ങൾ നടപ്പാക്കാനുള്ള ഒരു നീക്കം സ്വാഭാവികമായും അമേരിക്കയുടെ ഭാഗത്തു നിന്നുണ്ടായെങ്കിലും അതെല്ലാം തന്നെ ഡിലേ ചെയ്യുന്നതിനുള്ള സാഹചര്യം ഒരുങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ നിലവിൽ സാഹചര്യം അത്തരം വിഷയങ്ങളൊന്നും തന്നെ ഉണ്ടാകാനുള്ള സാധ്യതയില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. അതേസമയം കർശനമായ നീക്കങ്ങൾ ഇപ്പോൾ പുടിൻ്റെ ഭാഗത്തു നിന്ന് ഓരോ ദിവസവും ഉണ്ടാകുന്ന മറുപടികൾ, അതായത്
ട്രംപിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ഓരോ നിലപാടുകൾക്കും ഓരോ പ്രസ്താവനയ്ക്കും കൃത്യമായ മറുപടി അദ്ദേഹം നൽകുന്നത് പ്രശ്നം പരിഹരിക്കാൻ ട്രംപ് മുന്നോട്ട് വയ്ക്കുന്ന ഫോർമുല അംഗീകരിക്കാൻ തയ്യാറാണ് എന്ന നിലപാട് തന്നെയാണ്. സ്വാഭാവികമായും ആ നിലപാട് മുന്നോട്ട് വയ്ക്കുമ്പോൾ റഷ്യയുമായി മികച്ച ബന്ധം അല്ലെങ്കിൽ അമേരിക്കയുമായി ഒരു മികച്ച ബന്ധം പുലർത്താനുള്ള നീക്കം പുടിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നു എന്നത് വളരെ വ്യക്തമാണ്. അത്തരത്തിലൊരു നീക്കമുണ്ടാകുമ്പോൾ വലിയ സാധ്യതകൾ തുറന്നു കിട്ടും. നമുക്കറിയാവുന്നതാണ്, പല ലക്ഷ്യങ്ങളും പുടിനെ വാണിജ്യപരമായും അതുപോലെ തന്നെ റഷ്യയുടെ താല്പര്യങ്ങളും പലതുണ്ട്. അത്തരത്തിലും സൈനിക തരത്തിലുള്ള സുരക്ഷ ഉറപ്പാക്കുന്നതിൻ്റെ ഭാഗമായുള്ള നീക്കങ്ങളുണ്ട്. അത്തരത്തിൽ വിവിധങ്ങളായ താല്പര്യങ്ങൾ റഷ്യയ്ക്കുണ്ട്. അതിനെല്ലാം തന്നെ അമേരിക്ക പോലുള്ളൊരു വൻ രാജ്യം പിന്തുണയ്ക്കുന്നൊരു സാഹചര്യമുണ്ടായാൽ വലിയ നേട്ടമുണ്ടാക്കാൻ സാധിക്കുമെന്ന വ്യക്തമായ തിരിച്ചറിവ് പുടിനുണ്ട് എന്നത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. ഇതെല്ലാം ചേർത്ത് വായിക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് യുദ്ധം അവസാനിപ്പിക്കുന്നതിനും ട്രംപുമായി മികച്ച ബന്ധം ഇനിയുടെ തുടർന്നുള്ള 4 വർഷം ട്രംപിൻ്റെ അധികാര കാലഘട്ടത്തിൽ മുഴുവൻ മികച്ച ബന്ധം റഷ്യയുമായി പുലർത്താനുള്ള സാധ്യതകൾ തുറക്കാനും എല്ലാം തന്നെയുള്ള ഒരു നീക്കങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഒരു പക്ഷേ പുടിനും ട്രംപുമായുള്ള കൂടിക്കാഴ്ച വൈകാതെ തന്നെ ഉണ്ടാകാനുള്ളൊരു സാധ്യതയുണ്ട്. അത്തരത്തിലൊരു കൂടിക്കാഴ്ച ഉണ്ടാവുകയാണെങ്കിൽ അത് വലിയ മാറ്റങ്ങളിലേക്ക് വഴിതിരിക്കുന്ന നയതന്ത്ര തീരുമാനങ്ങളിലേക്ക് എത്തുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാവുന്ന എല്ലാ സാധ്യതകളും തെളിഞ്ഞിരിക്കുകയാണ്. ശരി, വിശദമായി വിവരങ്ങൾ നൽകുകയായിരുന്നു ഐസൻ.